ഹായ് മക്കളെ, ഈ ചോദ്യം നമുക്കൊന്ന് ചെയ്തു നോക്കാം. ശ്രദ്ധിക്കൂ. ഈ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് നമുക്ക് ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ മനസ്സിലാവും. ലെറ്റ് A1 ബി ദ ബൗണ്ടഡ് ഏരിയ എൻക്ലോസ്ഡ് ബൈ ദ കർവ്. കർവ്സ് ആണ്. y is equal to x square plus 2, x plus y is equal to 8 and y axis that lies in the first quadrant. Let A2 be the bounded area enclosed by the curve y is equal to x square plus 2, y square is equal to x equal to 2 and y axis that lies in the first quadrant. Then A1 minus A2 is equal to application of integration എന്ന ചാപ്റ്ററിൽ നിന്നാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ആപ്ലിക്കേഷൻ ഓഫ് ഇന്റഗ്രേഷൻ എന്ന ചാപ്റ്ററിൽ നിന്ന് ബൗണ്ടഡ് കർവ്സിന്റെ ഏരിയ കാണുന്ന ടൈപ്പ് ചോദ്യങ്ങളാണ് അല്ലെ. അപ്പൊ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാന്നുള്ളത്. നമുക്ക് ആദ്യം തന്നെ പറഞ്ഞിരിക്കുന്നു y is equal to ഈ തന്നിരിക്കുന്ന കർവുകൾ ബൗണ്ട് ചെയ്യുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. ഏതൊക്കെയാ? y is equal to x square plus 2, x plus y is equal to 2 and y axis. ഇവര് ഈ മൂന്ന് കർവുകൾ തമ്മിൽ ചേർന്നിട്ട് ഫസ്റ്റ് ക്വാർട്ടറിൽ ഉണ്ടാകുന്ന ഏരിയ ആണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ ചെയ്യുന്നത് ഈ എക്സ് ആക്സിസും വൈ ആക്സിസും ഞാൻ എടുക്കുന്നു. ഇവിടെ എക്സ് വൈ ആക്സിസ് എടുക്കുന്നു. എക്സ് ആക്സിസ് വൈ ആക്സിസ് ഇവിടെ പറഞ്ഞിരിക്കുന്നു എക്സ് സ്ക്വയർ പ്ലസ് 2 y is equal to x square എന്ന് എടുത്താൽ ഗ്രാഫ് ഇങ്ങനെയല്ലേ ഉണ്ടാവുക. y is equal to x square. അതിൽ തന്നെ പ്ലസ് 2 വൈയുടെ വില 2 പോയിന്റ് കൂടി എന്ന് പറയുമ്പോൾ 2 പോയിന്റ് മുകളിലേക്കല്ലേ കയറുക. അപ്പൊ ഗ്രാഫ് വരിക അത് ഇങ്ങനെയാണ്. കണ്ടോ, ഇങ്ങനെയാണ് ഗ്രാഫ് വരിക. y is equal to x square. ഇതാണ് y is equal to x squareന്റെ ഗ്രാഫ് എന്ന് മനസ്സിലാക്കുക. y is equal to x squareന്റെ ഗ്രാഫ്. ഓക്കെ, ഇനി പറഞ്ഞിരിക്കുന്നു x plus y is equal to 8. x plus y is equal to 8 എന്ന് പറയുമ്പോൾ y equal to 8 minus x ആണ്. y equal to minus xന്റെ ഗ്രാഫ് ഇങ്ങനെയാണ് പോകുന്നത്. റെഡിയല്ലേ? പിന്നെ ഇതിൽ തന്നെ വൈയുടെ വില 8 പോയിന്റ് കൂടി 8 plus 8 minus x ആണ്. അപ്പൊ 8 പോയിന്റ് മുകളിലേക്ക് പോയിട്ടുണ്ടാവും. അപ്പൊ അതാ ഇങ്ങനെയായിരിക്കും ആ ലൈൻ ഉണ്ടാവുക. കണ്ടോ, ഈ ലൈനിന്റെ പേരാണ് എന്ത്? y is equal to 8 minus x എന്ന് പറയുന്നത്, അല്ലെങ്കിൽ x plus y is equal to 8. ഇതും അതോടൊപ്പം തന്നെ y ആക്സിസ് ഇതാണല്ലോ. y ആക്സിസ് എന്ന് പറയുന്നത് x equal to 0 എന്നാണ് ഈ y ആക്സിസിനെ വിളിക്കുന്ന പേര്. y ആക്സിസിനെ വിളിക്കുന്ന പേര് x equal to 0 എന്നാണ്. ഈ മൂന്ന് പോയിന്റുകൾ ജോയിൻ ചെയ്തിട്ട് ഫസ്റ്റ് ക്വാർട്ടറിൽ ഉണ്ടാക്കുന്ന ഏരിയ എന്ന് പറഞ്ഞാൽ ദാ ഇത്രയും പോർഷൻ ആണ്. ഈ ഭാഗത്തിന്റെ ഏരിയ ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. അപ്പൊ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇത് തമ്മിൽ ഇന്റർസെക്ട് ചെയ്യുന്ന ഈ പോയിന്റ് ഏതാണെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യണം. ആ പോയിന്റ് ഫൈൻഡ് ഔട്ട് ചെയ്താലാണ് നമുക്ക് പ്രോബ്ലം മുന്നോട്ട് ചെയ്യാൻ പറ്റുക. അപ്പൊ ആ പോയിന്റ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ തന്നിരിക്കുന്ന രണ്ട് കർവുകളെ തമ്മിൽ എന്ത് ചെയ്താൽ മതി? ഈക്വേറ്റ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? വൈയുടെ വില എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു 8 മൈനസ് എക്സ്. അപ്പൊ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് മൈനസ് 8 ഈക്വൽ ടു 0. ആഡ് ചെയ്യുമ്പോൾ 1 കിട്ടണം, മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -8 കിട്ടണം. അപ്പൊ നമുക്ക് എന്തെടുക്കാം? ആഡ് ചെയ്യുമ്പോൾ 1 കിട്ടണം, മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 8 കിട്ടണം അല്ലെ. 8 - 6 അല്ലേ? യെസ്. അപ്പൊ നമുക്ക് എന്ത് അല്ലെ, എക്സ് സ്ക്വയർ അല്ലല്ലോ, ഇത് എക്സ് സ്ക്വയർ പ്ലസ് 2 അല്ലേ. എക്സ് സ്ക്വയർ പ്ലസ് 2 ആണ്. സോറി, എക്സ് സ്ക്വയർ പ്ലസ് 2 ആണ്. അപ്പൊ ഇവിടെ നമുക്ക് വേണ്ട വില എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ പ്ലസ് 2 ആണ്. നമുക്കിവിടെ എന്തെടുക്കാം? എക്സ് സ്ക്വയർ ഇവിടെ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് -6 ഈക്വൽ ടു 0. ആഡ് ചെയ്യുമ്പോൾ -1 കിട്ടണം, മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -6 കിട്ടണം. അപ്പൊ എക്സ് പ്ലസ് 3 ഇൻറ്റു എക്സ് മൈനസ് 2 ഈക്വൽ ടു 0. അപ്പൊ എക്സിന്റെ വില കിട്ടുക -3 2 ആണ്. അപ്പൊ ഇത് 2 ആണെന്ന് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ A1 ഈ തന്നിരിക്കുന്നതിന്റെ ഏരിയ A1 എന്നല്ലേ പറഞ്ഞേക്കുന്നത്. ഈ A1 എന്ന് പറയുന്ന ഏരിയ A1 ഈക്വൽ ടു ഇന്റഗ്രൽ 0 മുതൽ 2 വരെ മുകളിലൂടെ പോകുന്ന കർവ് 8 മൈനസ് എക്സ് ആണ്. അതിൽ നിന്ന് മൈനസ് ചെയ്യണം. താഴെ കൂടെ പോകുന്ന കർവ് എന്ന് പറയുമ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു ഡി എക്സ് ദാറ്റ് ഈക്വൽ ടു ഇന്റഗ്രൽ 0 to 2 8 മൈനസ് എക്സ് മൈനസ് എക്സ് സ്ക്വയർ മൈനസ് 2 ഡി എക്സ് എന്നാണ് വരിക. അപ്പൊ ഇതിന്റെ A1 എന്ന് പറയുന്ന ആൻസർ എന്താ കിട്ടുക? A1 ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ 0 to 2 6 - x - x²
dx എന്നാണ്. ദാറ്റ് ഈക്വൽ ടു ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇത് 6x എന്നാണ് വരിക. ഇൻഡിവിജ്വൽ ആയിട്ട് ലിമിറ്റ് കൊടുക്കുക, അപ്പൊ ചെയ്യാൻ എളുപ്പമായിരിക്കും. 0 to 2 മൈനസ് ഇത് എക്സ് സ്ക്വയർ ബൈ 2 ആവും. ലിമിറ്റ് കൊടുക്കുക 0 to 2 മൈനസ് ഇത് എക്സ് ക്യൂബ് ബൈ 3, ഇതിന് ലിമിറ്റ് കൊടുക്കുക 0 to 2. ഇവിടെ വില കൊടുക്കുമ്പോൾ എന്താ കിട്ടുക? ദാറ്റ് ഈക്വൽ ടു 6 into 2 minus 0 2 ആവും. മൈനസ് 1/2 ഇൻറ്റു ഇവിടെ വില കൊടുക്കുമ്പോൾ 2ന്റെ സ്ക്വയർ 4 minus 0 4 ആകും. മൈനസ് 1/3 ഇൻറ്റു 2 കൊടുക്കും 2ന്റെ ക്യൂബ് 8 minus 0 8 ആവും. അപ്പൊ ഇവിടെ 12 minus 2 minus 8/3 that is equal to 10 minus 8/3 that is equal to 30 minus 8. 30 minus 8 എന്ന് പറയുമ്പോഴത്തേക്ക് 22/3 ആണ് കിട്ടുക. അത് A1 ആണ് കിട്ടിയത്. A1 മാത്രമാണ് ഇപ്പൊ നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? A2 കണ്ടുപിടിക്കണം. അപ്പൊ A2 എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് എ ബൗണ്ടഡ് ഏരിയ എൻക്ലോസ്ഡ് ബൈ ഈ തന്നിരിക്കുന്ന 3 കർവുകൾ. y is equal to x square plus 2, y square is equal to x, 2 പരാബോളകളും x equal to 2 എന്ന് പറയുന്ന ഒരു ലൈനും അത് തമ്മിൽ ചേരുന്ന ബൗണ്ടഡ് ഏരിയയെ വിളിക്കുന്ന പേരാണ് A2. ആ ഏരിയ ആണ് A2. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ആ A1 മൈനസ് A2 കണ്ടുപിടിക്കുക. ഇതും ലൈസ് ഇൻ ദി ഫസ്റ്റ് ക്വാഡ്രന്റ് ആണ് കേട്ടോ. ഫസ്റ്റ് ക്വാഡ്രന്റിലുള്ള ഏരിയ ആണ്. അത് നമുക്ക് അപ്പുറത്തെ പേജിലേക്ക് മാറ്റി കണ്ടുപിടിക്കാം. ശ്രദ്ധിക്കൂ. y is equal to x square plus 2 കണ്ടുപിടിക്കണം. y is equal to x square plus 2. അടുത്ത എന്താ? y square is equal to x എന്ന് പറയുന്ന ലൈൻ, പിന്നെ പരാബോള, അതോടൊപ്പം തന്നെ x equal to 2. ഇത് 3 പേരും ചേരുന്ന ഫസ്റ്റ് ക്വാഡ്രന്റിലെ ഏരിയ. നമുക്ക് നോക്കാം. ദാ ഇവിടെ നോക്കൂ. ഞാൻ ഒരു എക്സ് ആക്സിസും വൈ ആക്സിസും എടുത്തു. ഇതൊരു എക്സ് ആക്സിസ് ആണ്, ഇതൊരു വൈ ആക്സിസ് ആണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എക്സ് സ്ക്വയർ എന്ന് പറയുമ്പോൾ ഇങ്ങനെ y is equal to x square ഇങ്ങനെയാണ് പോവുക. പക്ഷേ എക്സ് സ്ക്വയർ പ്ലസ് 2 എന്ന് പറയുമ്പോൾ 2 പോയിന്റ് മുകളിലേക്ക് കയറും. അപ്പൊ നമുക്കറിയാം ദാ ഇങ്ങനെയാണ് പരാബോള ഉണ്ടാവുക അല്ലെ. ഇതാണ് പരാബോള. ഇത് y is equal to x square എന്ന പരാബോള, y is equal to x square plus 2 എന്ന പരാബോള. y square is equal to x ആണെങ്കിലോ y square is equal to x പോസിറ്റീവ് എക്സിലേക്ക് മാറുന്നിരിക്കുന്ന പരാബോളയാണ്. അപ്പൊ ആ പരാബോള ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക അല്ലെ. ഇങ്ങനെ പോകുന്ന പരാബോളയാണ്. ഓക്കെ, ഈ പരാബോളയെ വിളിക്കുന്ന പേരാണ് എന്ത്? y square is equal to x. ഇനി പറഞ്ഞിരിക്കുന്നു x equal to 2 എന്ന് പറയുന്ന ഒരു ലൈൻ ഉണ്ട്. x equal to 2 എന്ന ലൈൻ ഇങ്ങനെ പോകുന്ന ലൈൻ കണ്ടോ. ഇതാണ് x equal to 2 എന്ന് പറയുന്ന ലൈൻ. ഇതെല്ലാം കൂടെ ജോയിൻ ചെയ്യുന്ന ഫസ്റ്റ്, ഇത് 3ഉം കൂടി ജോയിൻ ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഏതാണ്? ആൻഡ് y ആക്സിസ്. y ആക്സിസും ഇത് y ആക്സിസ്, ഇതൊരു പരാബോള, ഇതൊരു പരാബോള, ഇതൊരു ലൈൻ. ഇതെല്ലാം കൂടെ ചേരുന്ന ഫസ്റ്റ് ക്വാഡ്രന്റിലെ ഏരിയ എന്ന് പറയുന്നത് ഇത്രയും പോർഷനാണ് കണ്ടോ. ഇത്രയും പോർഷൻ ഇവരുടെ ഏരിയ ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. 0 മുതൽ 2 വരെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? A2 എന്ന് പറയുന്ന ഏരിയ ഈക്വൽ ടു ഇന്റഗ്രൽ 0 to 2 മുകളിലൂടെ പോകുന്ന കർവ് എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ പ്ലസ് 2 ആണ്. ഇതേ മൈനസ് താഴെ കൂടെ പോകുന്ന കർവ് എന്ന് പറയുന്നത് റൂട്ട് എക്സ് ആണ്. y is equal to റൂട്ട് എക്സ് എന്ന് വരും. അപ്പൊ റൂട്ട് എക്സ് ഇൻറ്റു ഡി എക്സ് ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇതിനെ സോൾവ് ചെയ്യുമ്പോൾ ഇത് എക്സ് ക്യൂബ് ബൈ 3 ആകും അല്ലെ. അടുത്തത് ഇത് പ്ലസ്, ഇതിന് ലിമിറ്റ് കൊടുക്കണം 0 to 2. അടുത്തത് 2x ആകും, ലിമിറ്റ് കൊടുക്കണം 0 to 2. മൈനസ് റൂട്ട് എക്സിന്റെ ഇന്റഗ്രേഷൻ 2/3 x റൈസ് ടു 3/2, അതിനും 0 to 2 എന്ന ലിമിറ്റ് കൊടുക്കണം. ദാറ്റ് ഈക്വൽ ടു 1/3 ഇൻറ്റു 2 ക്യൂബ് 8 minus 0 8 ആവും. പ്ലസ് 2 ഇൻറ്റു 2 minus 0 2 ആകും. മൈനസ് 2/3 ഇൻറ്റു 2 റൈസ് ടു 3/2 എന്ന് പറയുമ്പോൾ വില 2 root 2 minus 0 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 8/3 പ്ലസ് 4 മൈനസ് 4 root 2/3. ഇത് അറേഞ്ച് ചെയ്യുമ്പോൾ 8 plus 12 20/3 മൈനസ് 20/3 മൈനസ് 4 root 2/3 എന്നാണ് A2 കിട്ടുക. ഓക്കെ, കണ്ടുപിടിക്കേണ്ടത് എന്താ? A1 മൈനസ് A2 ആണ്. A1 മൈനസ് A2 ഈക്വൽ ടു A1ന്റെ വില 22/3 ആണ്. അപ്പൊ 22/3 മൈനസ് ഓഫ്
20/3 മൈനസ് 4√2/3 ആണ്. ഒന്ന് സോൾവ് ചെയ്താൽ 22/3 മൈനസ് 20/3 പ്ലസ് 4√2/3. അപ്പൊ ഇവിടെ വില വരിക 2/3 പ്ലസ് 4√2/3. അപ്പൊ നമുക്കൊരു 2/3 അങ്ങ് കോമൺ എടുത്താൽ 1 പ്ലസ് 2√2 എന്ന് കിട്ടും. 1 പ്ലസ് 2√2. 2/3 into 1 plus 2√2. 2/3 into 1 plus 2√2 ഫസ്റ്റ് ഓപ്ഷൻ. ക്ലിയർ അല്ലേ?